ഹലോ പറയടാ. ഞാൻ അതേടാ ചേട്ടൻ്റെ കല്യാണം വിളിക്കാൻ ആ ഡോക്ടറിനെ അമ്മയായിട്ട്. ഞാൻ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ വരും. ശരിയെന്നാ. ചേട്ടൻ്റെ കല്യാണം വിളിക്കാൻ ഡോക്ടറിനെ. തൊണ്ടയ്ക്ക് എന്നാ പറ്റി? മുരളിച്ചേട്ടന്റെ മോന്റെ കല്യാണത്തിന് വന്നില്ലേ? ഓ നമ്മുടെ പെയിന്റ് അടിയാ. നിന്നെ വിളിക്കണമല്ലോ, അച്ഛനോട്ടൊക്കെ നല്ല കമ്പനിയല്ലേ. വിട്ടുപോയി. വന്നില്ലായിരുന്നു. വന്നില്ല. ഞാനുണ്ടായിരുന്നു. രാവിലെ മോനുണ്ടായിരുന്നു. കറപ്പോളയും മറ്റേ പാത്രങ്ങളൊക്കെ എന്റെ റൂമിലല്ലേ. അപ്പൊ ഞാൻ അവിടെ നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. ഒരു 10-10 ഞാനവിടെ രാത്രി പോന്നപ്പോ കാര്യം ഞാൻ ആ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കാൻ നിന്നായിരുന്നു അവിടെ. അങ്ങനെ ഒരു 10 മണിയാകുമ്പോ ഞാൻ പറഞ്ഞ അവരുടെ അച്ഛനെ ഞാൻ പോട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ ആ റൂമിൽ കയറി വാതിലടച്ച്. അങ്ങനത്തെ ഒരു ടൈപ്പാണല്ലോ. നമ്മൾ എത്ര ചെയ്ത് കൊടുത്താലും കാര്യമില്ല. അവരുടെ അച്ഛനെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം നിന്നായിരുന്നു. അടിച്ചില്ല, അടിച്ച് 2 അടിച്ചിട്ട് ബാക്കി ആവുമ്പോൾ ചൊരിയിട്ട് ഞാൻ പറഞ്ഞാ ചെയ്യാൻ പോകുന്നു. അവൻ എന്തായാലും പോയില്ല, അവൻ കയറിയില്ല. ഞാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പുറയിൽ കൂടി, ഇവന്റെ മുറിയുടെ പുറയിൽ കൂടെ ഒരു വഴിയുണ്ടല്ലോ, സാവു ചേട്ടന്റെ വീടിന്റെ അതിലെ കയറി ഇങ്ങോട്ട് പോരാ, പെട്ടെന്ന് പോരാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പുള്ളിയും തിരികിയിട്ട് അതിലിങ്ങനെ വന്നപ്പോ ഇവന്റെ മുറിയുടെ ജനല് തുറന്ന് കിടക്കുന്നു. അപ്പൊ എന്നാ ഇവനോട് യാത്ര പറയാം, ഞാൻ പോണ്ട എന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത്. എന്നാ ബാപ്പ എന്നവിടെ അകത്ത് ഇരിപ്പുണ്ട്. പെണ്ണാണ്, അടിപൊളിയാ. ഇവനെങ്ങനെ കിട്ടിയെന്ന് ഞാൻ വിളിക്കുന്നു. ഇവനാണ് ഒരു മാങ്ങാത്തൊലിയ, നല്ലൊരു പെണ്ണ് കേട്ടാ. അവനതിനകത്തില്ലായിരുന്നു. അവനെവിടെ പോയി? ആ കുറച്ചുകൂടെ കഴിഞ്ഞ മാമൻ അകത്തോട്ട് വന്നപ്പോ ഇവിടെ പുറത്തോട്ട് പോയി. എന്തെങ്കിലും പ്രശ്നമാണ്? എന്താണ് അപ്പൊ എന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് ഞാനെന്റെ ഭാഗത്തോടെ ചെറിയൊരു അഭിജാഗ്രതയുടെ വഴി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ചുറ്റും ഞാൻ നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടാകും. കാര്യം എന്താണെന്ന് അറിയണല്ല. ഞാൻ ആ ജനല്ലാത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോ ഇപ്പം വന്നു. നമ്മളൊരു ഗ്ലാസ് പാലുമായിട്ട് വന്നു. ആ പാലവിടെ കൊണ്ടുവച്ച് മിടുക്കി പെണ്ണാണല്ലോ, പിന്നെ കാണാൻ നല്ല സിനിമാ നടി വരപ്പല്ലിക്കൂടെ. കാരണം അവളോട് തരുന്ന സാരി ഒന്നും കാണൂടാ. ഇതിനും വേണ്ടി പൈസ ഇവനോടെന്നാണ് ഈ സാരിയൊക്കെ വാങ്ങിക്കാൻ. പൈസ ഉണ്ടല്ലോ. പിന്നെ മറ്റേ പടമില്ല, പഞ്ചാബി ഹൗസ്, അതിനകത്ത് അരീശ്വരശോനൊരു ജുബ്ബ എടുത്തില്ലേ, മറ്റേ നെറ്റിന്റെ അതേപോലത്തെ ഒരു സാരി. നീ ഒന്ന് കാണണം ആ സാരിയിൽ. ആ പെണ്ണ് നിന്നിട്ടുണ്ടല്ല, എനിക്കവിടുന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു. ഞാനവിടെ ഇരുന്ന് അങ്ങനെ ഈ പെണ്ണിങ്ങനെ പാലുകൊണ്ട് അവന് കൊടുത്ത് ഏട്ടാവിളിനല്ലേ അവൻ മേടിച്ച് മിണങ്ങി മൊത്തം കുടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ല. കൊടുത്തില്ല, എണ്ണൊന്നും കൊടുത്തൊന്നുമില്ല. കാരണം അവനിങ്ങനെ പെണ്ണിന്റെ ഇങ്ങനെ ഈ തോളിൽ ഇങ്ങനെ എടുത്ത് കൈവച്ച് പൊന്നെ കൈവച്ചപ്പോ ആ പെണ്ണിങ്ങനെ തിരിഞ്ഞ് ഇവന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. രണ്ടുപേരും ഇങ്ങനെ കണ്ണി നോക്കിയിരിക്കുക. ആ സമയത്താണ് മഴ പെയ്തില്ലേ, 11 ആയപ്പോ ഒരു മഴ പെയ്തില്ലേ, 11 മണിയായി, 11 ആയിട്ടില്ല, അപ്പൊ ഒരു മഴ പെയ്തില്ലേ, നല്ല മഴയടാ. അപ്പൊ ഇവരുടെ ഇറമ്പല്ലേ അത്, അവിടെ നിന്ന് മഴ മൊത്തം കൊള്ളും. കാര്യം ഓടില്ലല്ല, ഭാഗത്തോട്ട് ഓടില്ലല്ല. എന്നാലും ഞാൻ വിചാരിച്ച് എന്താകുമെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് മഴ മൊത്തം കൊള്ളുക. അവസാനം യവനെന്നിട്ട് ഈ ജനലിന്റെ ഭാഗത്തോട്ട് നോക്കുന്നില്ലടാ. യവനൊരു ബോധം വേണ്ടടാ. പിന്നെ നമ്മള് ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയാൻ വേണ്ടിട്ടേ. അവിടെ തന്നെ പിന്നെ അല്ലാണ്ട് അങ്ങനെ നോക്കിയിരുന്നിരുന്നിരുന്നിരുന്ന് ഇവൻ ഉടനെ ഇവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ കറണ്ട് പോയി. അവൻ ലൈറ്റ് അണയ്ക്കാൻ മറന്നാട്ടാണെന്ന് അറിയത്തില്ല. ഇനി കറണ്ട് ഓഫീസിൽ നിന്ന് അവന് കറണ്ട് കാണിച്ചാണെന്ന് ലൈറ്റ് കറണ്ട് പോയി. ഞാൻ ആ മഴ മൊത്തം കൊണ്ടില്ലടാ. തല നീരിറങ്ങി, തൊണ്ട അടഞ്ഞു പോയി. രാവിലെ ഒരു കാച്ചിനും കൊള്ളത്തില്ല തൊണ്ട. ഡോക്ടറിനെ ഒന്ന് കാണാനും പറഞ്ഞു വന്ന. ചേട്ടൻ കല്യാണം എന്നാണ്. ചേട്ടന്റെ അടുത്ത മാസമാ, പക്ഷെ നീ വരണ്ട.